അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാസിൽ കാരാട്ടല്ലേ. പുള്ളി ഇപ്പോൾ ഒരു വർഷമായിട്ട് പുള്ളി രാഷ്ട്രീയത്തിൻ്റെ വീഡിയോസ് മാത്രമാണ് ഇടുന്നത്. ഞാൻ പ്രധാനമായിട്ട് പറയാൻ വന്ന കാര്യം, ഇന്നലെ ഇട്ട വീഡിയോ തംബ്ലൈൻ്റെ ഇതാണ് തംബ്ലൈൻ. അപ്പോൾ ഇതിനകത്ത് പുള്ളി പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ മാധവി നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആൾ. അപ്പോൾ അവർ ഓരോ സ്ഥാനാർത്ഥികളുടെ ഈ വോട്ടർ ബൂത്തിനകത്ത് കയറിയിട്ട് ഐഡൻറ്റിറ്റി ചോദിച്ചു. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനലൊക്കെ ഇതെടുത്തിട്ടു, വലിയ വിവാദമാക്കിയെന്നൊക്കെയാണ് പുള്ളി പറയണത് ഫാസിൽ കാരാട്ട്. ശരിക്കും ഇത് എല്ലാ സോഷ്യൽ മീഡിയ, മലയാളം മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും ഈ സംഭവം എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ പുള്ളി ഇത് പർദ്ദയെക്കുറിച്ചാണ് പറയണത്, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീഡിയോസ് കണ്ടറിയാൻ പറ്റും. പുള്ളി അത് മാത്രമാണ് പറയുന്നത്. ശരിക്കും ഈ പറഞ്ഞ വോട്ടർ ബൂത്തിനകത്ത് കയറിയിട്ട് അവിടെയുള്ള വോട്ടർമാർക്കും അവിടെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർക്കും ശല്യമാവുന്ന രീതിയിൽ ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ആക്ഷൻ എടുത്തത്. പിന്നെ ഇവർ ഈ ഇലക്ഷൻ തുടങ്ങിയ സമയം മുതൽ ഫുൾ